ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് വ്ലോഗ്സ്. ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് നമ്മളൊരു ലെൻസ് റിവ്യൂ ആണ്. ലെൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. ഈ ഏരിയ അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ടാമറോൺ SP90mm f2.8 DI മാക്രോ 1:1 VC USD എന്ന് പറയുന്ന ലെൻസാണ്. അപ്പോൾ ഇതൊരു വൈബ്രേഷൻ കൺട്രോളുള്ള, അതായത് VC, നമ്മൾ ക്യാനോണിലാണെങ്കിൽ IS എന്ന് പറയും, ഉള്ളൊരു ലെൻസാണ്. അതുപോലെ ഒരു മാക്രോ ലെൻസാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ ലെൻസ് നമ്മുടെ 1:1 എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 1:1 നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് പുറത്ത് പോയി ഷൂട്ട് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത്രയും നാളും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ട് എനിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റിയ എൻ്റേതല്ലാത്തൊരു ലെൻസ് ഇതാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഞാൻ പറയാം, 10ൽ എനിക്ക് എത്ര മാർക്ക് കൊടുക്കാൻ പറ്റും. 10ലാണെങ്കിൽ എനിക്കൊരു 8.5 കൊടുക്കാം. റീസൺസ് ഞാൻ പറയാം എന്താണ് 1.5 കൊടുക്കാൻ പറ്റാത്തത്. നല്ലൊരു ലെൻസാണ്. പുറമേ ഉള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാം. നമുക്ക് ഇതൊരു ലെൻസ് ഹുഡാണ് ഇതിൻ്റെ. ഓക്കെ, വളരെ സ്റ്റഡി ആയിട്ടുള്ളൊരു ലെൻസ് ഹുഡാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത വേറെ ഉള്ള ലെൻസിലുള്ളതൊന്നും നമുക്കിത് ഡയറക്റ്റ്ലി ലെൻസിലോട്ട് ലെൻസ് ക്യാപ്പ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളിത് ലെൻസ് ഹുഡിൽ വെച്ചിട്ടാണ് ലെൻസ് ക്യാപ്പ് ലെൻസിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ലെൻസ് ഹുഡ്. ഒരു ലോക്കുണ്ട്, സാധാരണ ടാമറോൺ ക്യാമറയിലുള്ള ഒരു ലോക്ക് സിസ്റ്റം ഉണ്ട്. അതുപോലെ ഈ ക്യാപ്പ് മുകളിൽ വെച്ച് നമ്മളിങ്ങനെ അടയ്ക്കുകയാണ്. ലെൻസ് ഹുഡിന് ഉള്ളിലാണ് നമ്മൾ ക്യാപ്പ് വെക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിൽ വെതർ സീൽഡ് കോട്ടിംഗ് ഉണ്ട്, സൈഡിൽ റബ്ബർ കോട്ടിംഗ് ഉണ്ട്. നിങ്ങൾക്കത് കാണാം, ഇവിടെ നോക്കിയാൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഒരു 90mm ലെൻസാണ്. ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ആണ്. ഇച്ചിരി വില കൂടിയ ലെൻസാണ്. അറൗണ്ട് 56,000-57,000 വിലയുള്ളൊരു ലെൻസാണ്. മാക്രോ ഷൂട്ടിന് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കണ്ടു കാണും 1:1. വളരെ നല്ല ഷാർപ്പായിട്ടുള്ളൊരു ലെൻസാണ്. പിന്നെ അതുപോലെ നമ്മളിതിലെ ബട്ടൺസ് ഒന്ന് നോക്കിയാൽ നമുക്കിവിടെ റേഷ്യോസ് അറിയാനുള്ളൊരു ഇതുണ്ട്. അതായത് 1:1 നമുക്ക് മാനുവലായിട്ട് ഫോക്കസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഓട്ടോ ഫോക്കസ് കൊള്ളാവുന്ന ഫോട്ടോ ഫോക്കസാണ്. പക്ഷേ ഒരു 1:1 റേഷ്യോയിൽ പോയി കഴിഞ്ഞാൽ ഫോക്കസ് ഇച്ചിരി പാടാണ്. ഓട്ടോ ഫോക്കസ് എനിക്ക് തോന്നുന്നു നമ്മൾ മാക്രോ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർ എന്തായാലും മാനുവൽ ഫോക്കസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് 1:1 അല്ലെങ്കിൽ അതിനെക്കാട്ടും മാഗ്നിഫിക്കേഷനുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യുന്ന ആൾക്കാർ എന്തായാലും മാനുവൽ ഫോക്കസ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ഇത് പുതിയ മോഡലാണ്, 90mm തന്നെ. ടാമറോണിൻ്റെ 2 മോഡലുണ്ട്. എനിക്ക് തോന്നുന്നു പഴയ മോഡലിന് ഇച്ചിരി കൂടെ വില കുറവായിരിക്കും. അതിൽ വൈബ്രേഷൻ കൺട്രോൾ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്കിതിൽ 3 ബട്ടൺസാണുള്ളത്. ഒന്ന് വൈബ്രേഷൻ കൺട്രോൾ, നമുക്ക് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉള്ളൊരു ബട്ടൺ. പിന്നെ രണ്ടാമത് ഓട്ടോ ഫോക്കസ്, മാനുവൽ ഫോക്കസ് ഒരു ബട്ടൺ. മാനുവൽ ഫോക്കസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് 1:1 റേഷ്യോയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഞാനും അതുപോലെ തന്നെ ഒരു മാക്രോ ഫോട്ടോഗ്രാഫി ആദ്യമായിട്ട് ചെയ്യുന്നത്, ആദ്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 7-8 ഷൂട്ടുകൾ നമ്മൾ പുറത്ത് പോയി 1:1 വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഫോക്കസ് ഏരിയ നിയന്ത്രിക്കാനുള്ളൊരു ബട്ടണാണ്. അതിൻ്റെ സിംഗിൾ വേർഡ് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. ഓക്കെ, ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള സബ്ജക്റ്റിനല്ല, അതിൻ്റെ പുറകിലോട്ടുള്ളതിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട നമുക്ക് ഇൻഫിനിറ്റിയിലോട്ട് ഇടാനുള്ളൊരു ഓപ്ഷനുണ്ട്. 0.5 മീറ്ററിൽ നടത്താനുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ ഫുൾ എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ 3 ഓപ്ഷനാണ് ഈ ബട്ടണിലുള്ളത്. ആ ബട്ടൺ ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടില്ല, കൂടുതലും ഫുൾ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിലാണ് ഇട്ടിരിക്കുന്നത്. സെയിം കാര്യമുള്ളത് ഞാൻ 70-200 പണ്ട് എൻ്റെ 70-200 ക്യാനോൺ ലെൻസ് ഉള്ളപ്പോൾ നമുക്കിങ്ങനൊരു ബട്ടണുണ്ട്. അതായത് നമ്മുടെ ഇത്രയും അടുത്തുള്ള സബ്ജക്റ്റുകളെ നമുക്ക് വേണ്ട എന്നുള്ള ഒരു രീതിയിലുള്ളൊരു കോൺസെപ്റ്റ്. ഓട്ടോ ഫോക്കസ് നമുക്ക് ഒരു 1:1 മാഗ്നിഫിക്കേഷനിൽ കൊള്ളത്തില്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ നോക്കിയാൽ, ഇപ്പം ഇച്ചിരി കൂടെ സൂംഡ് ഔട്ടായിട്ടുള്ളതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സബ്ജക്റ്റ് വേണം. 1:1 അല്ല, കുറച്ചും കൂടെ സബ്ജക്റ്റ് വേണം എന്നുള്ള രീതിയിലുള്ള ഷോട്ട്സ് ആണെങ്കിൽ ഓട്ടോ ഫോക്കസ് വളരെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ലെൻസാണ്. പിന്നെന്താ പറയാനുള്ളത്, ഞാനിപ്പോൾ ഇതിൽ ഇട്ടേക്കുന്ന എൻ്റെ കനോൺ ക്യാമറയുടെ ലെൻസാണ്, കനോൺ ലെൻസിൻ്റെ ലെൻസ് ക്യാപ്പാണ് ഇതിൽ ഇട്ടേക്കുന്നത്. ഓക്കെ, ലെൻസ് ഹുഡും ലെൻസ് ക്യാപ്പ് ബിൽഡ് ക്വാളിറ്റി ഇതിലൊന്നും എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, എല്ലാം സൂപ്പറാണ്. വിലക്കനുസരിച്ചുള്ള നല്ലൊരു ലെൻസാണ്. പിന്നെ നമ്മളിപ്പോൾ പോസിറ്റീവ് സൈഡുകളാണ് പറഞ്ഞിരിക്കുന്നത്, നെഗറ്റീവ് എനിക്കധികം പറയാനും ഇല്ല. ഓക്കെ, പിന്നെ ഇത് ഡിസൈൻഡ് ഇൻ ജപ്പാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെന്താ, ലെൻസിനെക്കുറിച്ച് എക്സ്റ്റേണലി ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ. മെയ്ഡ് ഇൻ ജപ്പാൻ എന്ന് ലെൻസ് ഹുഡിലും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെൻസിനെക്കുറിച്ച് ഇത്രയും എക്സ്റ്റേണലി പറയാനുള്ളത്. ഇൻറ്റേർണലി ഒരു യൂസർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ലെൻസാണ്. നമ്മൾ ഒരു പോർട്രേറ്റ്സ് എടുത്ത് നോക്കി, നമ്മുടെ 85mm ലെൻസും 90mm ലെൻസ് പോർട്രേറ്റ്സ് എടുത്ത് നോക്കി. പോർട്രേറ്റ്സ് ഷാർപ്പാണ്. ഇപ്പോൾ കനോൺ 85mm ലെൻസ് 1.8 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് 1.8 ഇച്ചിരി കൂടെ കുറഞ്ഞ മോഡലാണ്. എന്നിരുന്നാലും അതൊരു പോർട്രേറ്റ് ലെൻസാണ്. ബൊക്കെ കമ്പാരിസൺ ചെയ്താൽ നമ്മുടെ 85mm ബൊക്കെയാണ് ഇച്ചിരി കൂടെ ബെറ്റർ. ഈ ലെൻസ് അങ്ങനെ ബൊക്കെ അത്ര ഇതാകാനുള്ള കാരണം വളരെ ഷാർപ്പാണ്, 85-നെക്കാട്ടും ഷാർപ്പാണ്. ഒരു പോർട്രേറ്റ് ലെൻസ് അല്ല, മാക്രോ ഉദ്ദേശിച്ച് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ലെൻസാണ്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ഷാർപ്പാണ്. ഇപ്പോൾ നമ്മുടെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിലും ചെറിയൊരു ഷാർപ്പ്നെസ് വരുന്നതുകൊണ്ടാണ് ഈ ലെൻസ് ഒരു എന്താ പറയുന്നത്, ആ ബൊക്കെ നമുക്ക് 85-ൻ്റെ അത്രയും കിട്ടാത്തത്.
ഇനി ഷാർപ്പ്നെസ്, ഇപ്പോൾ ഞാനിപ്പം ബൊക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, വളരെ ഷാർപ്പായിട്ടുള്ള ലെൻസാണ്. പോർട്രേറ്റ്സ് എടുക്കാൻ നല്ലൊരു ലെൻസാണ്. ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഇതിനകത്ത് ചേർക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞാൽ ഇച്ചിരി മടിയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ലെൻസിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ പിന്നെ 8.5 എന്ന് ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് 10/10 കൊടുക്കാത്തത്? നമ്മൾ സാധാരണ റിവ്യൂ ചെയ്യുന്ന ആൾക്കാർ ഒരു ലെൻസിന് 10/10 കൊടുക്കാറില്ല. എന്നിരുന്നാലും എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മൾ ഇതിപ്പോൾ കനോണിന് വേണ്ടിയുള്ള ബിൽഡാണ്, കനോൺ മൗണ്ടാണ്. നമ്മൾ ചില സമയങ്ങളിൽ, എപ്പോഴും അല്ല, ചില പ്രത്യേക സമയങ്ങളിൽ നമ്മളിത് മൗണ്ട് ചെയ്യുമ്പോൾ ലെൻസ് ഡിറ്റക്റ്റ് ചെയ്യത്തില്ല, അതായത് ഓട്ടോ ഫോക്കസ് വർക്ക് ചെയ്യത്തില്ല. അത് പിന്നെ നമ്മൾ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി ഇട്ട് കഴിയുമ്പോൾ അത് ശരിയാവും. ആ ഒരു പ്രശ്നം മാത്രമേ എനിക്ക് ഇതുവരെ തോന്നിയുള്ളൂ. അത് ഈ പർട്ടിക്കുലർ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പീസിൻ്റെ പ്രശ്നമാണോ അതോ എല്ലാ ലെൻസിനും അങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാ ലെൻസിനും കാണാൻ വഴിയില്ല. എന്നിരുന്നാലും അതൊരു ഡൗട്ടായിട്ട് ഞാൻ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു 10 പ്രാവശ്യം നമ്മൾ ക്യാമറയിലോട്ട് മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ മൗണ്ട് ചെയ്ത് കുറേ നേരം വെച്ചിട്ട് പിന്നെ ഒരു സമയത്തെടുത്ത് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഓട്ടോ ഫോക്കസ് ക്യാച്ച് ചെയ്യത്തില്ല, ഏത് സബ്ജക്റ്റിലോട്ടോ ക്യാച്ച് ചെയ്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലെൻസ് ഊരി പിന്നെ ഒന്നുകൂടി ഇട്ട് കഴിയുമ്പോൾ അത് റെഡിയാവും. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഞാൻ കണ്ടു. അത് മാത്രമേ ഉള്ളൂ നമുക്ക് നെഗറ്റീവ്. ബാക്കി എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവാണ്. അതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല, അതൊരു ടെക്നിക്കൽ എററും അല്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ലെൻസിനെ കുറിച്ച് പറയാനുള്ളത്. മീൻസ് വാല്യൂ ഫോർ മണിയാണ്. നമ്മളിപ്പം വേറെ കനോണിൻ്റെ സെയിം ലെൻസ് വാങ്ങിയാലും നിങ്ങൾക്ക് അറിയാം, ഇതിനെക്കാട്ടും വില കൂടുതലായിരിക്കും. പിന്നെ 90mm ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇച്ചിരി ദൂരത്ത് നിന്നൊക്കെ ഒരു മാക്രോ ഷോട്ട്സ് എടുക്കാനായിട്ട്, മാക്രോ അല്ല, ഒരു ബേർഡ് ഫോട്ടോഗ്രാഫി ഒക്കെ ആണെങ്കിൽ 90mm റേഞ്ച് കിട്ടും. ഇപ്പോൾ നമ്മൾ 35mm മാക്രോ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു റേഞ്ച് കിട്ടത്തില്ല. പിന്നെ നമുക്കൊരു നിങ്ങൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 2 രീതിയിൽ യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് പോർട്രേറ്റ്സ് എടുക്കാം, അതിൻ്റെ കൂടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ നമുക്ക് ഒന്നും കൂടെ ബ്ലറാക്കാൻ ഫോട്ടോഷോപ്പിൽ വലിയ വിഷയമില്ല. അപ്പോൾ നമുക്കൊരു പോർട്രേറ്റ് ലെൻസായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ മാക്രോ, വെഡ്ഡിങ്ങിൽ വരുന്ന ഫുഡ്, അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ മോതിരം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലോസപ്പായിട്ട് മാക്രോയിലെടുക്കുമ്പോൾ കുറച്ചും കൂടെ കിടിലമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഈ ലെൻസ് യൂസ് ചെയ്യാം. ടോട്ടലി വർത്തായിട്ടുള്ളൊരു ലെൻസാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് ടാമറോണിൽ നിന്ന് ഒരു ലെൻസുകളും കാര്യങ്ങളും കിട്ടാറുണ്ട്. അവരുടെ നല്ലൊരു റിലേഷൻ നമുക്കുണ്ട്. അപ്പം ആ ടാമറോണിൻ്റെ മാനേജറിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യാം. ഞാനിപ്പോൾ അതിനകത്ത് ഇപ്പോൾ ക്യാമറ സെയിലിനും അല്ലെങ്കിൽ ലെൻസ് സെയിലിലും നമുക്ക് അത്രയ്ക്ക് ഒരു ബിസി ആകാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഡയറക്റ്റ് അവർക്ക് തന്നെ കൊടുക്കുന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ ഡയറക്റ്റ് വിളിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെൻസുകൾ വാങ്ങിക്കാം. ഒരു റീറ്റെയിലറിൽ നിന്ന് കിട്ടുന്ന ബെറ്റർ പ്രൈസിന് നിങ്ങൾക്ക് ഡയറക്റ്റ് ടാമറോൺ കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മൾ റിവ്യൂ ചെയ്ത ലെൻസ് ടാമറോൺ SP90mm f2.8 DI മാക്രോ 1:1 VC USD എന്ന് പറയുന്ന വലിയൊരു നീളത്തിൽ പേരുള്ളൊരു ലെൻസാണ്. അപ്പോൾ എന്നിരുന്നാലും വീഡിയോ കണ്ട എല്ലാ ആൾക്കാർക്കും നന്ദി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും നന്ദി. നോയ്സ് വരത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, വന്നെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഫോട്ടോഗ്രാഫി, ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം അങ്ങനെ മുതലായ കാര്യങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടോപ്പിക്ക് ഞാൻ തന്നിരുന്നു, നമ്മുടെ ലെൻസ് ഗിവ് അവേക്കുള്ള ടോപ്പിക്ക് ഞാൻ തന്നിരുന്നു. കുറച്ച് ആൾക്കാരൊക്കെ ഫോട്ടോ അയച്ചിട്ടുണ്ട്, ഇനിയും അയക്കുക. സബ്സ്ക്രൈബർ കൗണ്ട് നമുക്ക് ആ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് എത്തിയില്ലെങ്കിൽ നമ്മൾ ആ ലെൻസ് ഗിവ് അവേ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് ഞാൻ അറിയിക്കുന്നു. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.